जीवन आओ जवान शहीद 18 जवान का नाम ठीक है जय साहब മിസ്ഡ് ഐഡന്റിറ്റികൾ ഇനിയും വരും സാർ. മരണഭയമല്ല തോന്നുന്നത്, തിരിച്ചടിക്കാനുള്ള ആത്മവീര്യവും ലക്ഷ്യം പിടിച്ചെടുക്കാനുള്ള ആവേശവുമാണ്. അതിനിടയിലാണ് നമ്മുടെ അവസാനമെങ്കിൽ സൈനിക ബ്യൂകളിൽ നിന്ന് ആലപിക്കുന്ന ലാസ്റ്റ് പോസ്റ്റും ഗൺ സല്യൂട്ടും ഏറ്റുവാങ്ങി ഈ നാടിനോട് വിട പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നു. ഇതിലാദ്യം മരിച്ചത് ആരാണെന്നറിയില്ല, പക്ഷെ ഇതുപോലെ മരിച്ചു വീഴുന്നവർ പകർന്നു തരുന്ന ആത്മവീര്യവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉള്ളപ്പോൾ പിടിച്ചെടുത്തിരിക്കും സാർ. So, the battle starts now. നിന്റെ പ്രകാശ് സർജിക്കലിലുണ്ട്. എന്റെ ഡ്യൂട്ടി അവിടെയല്ല, സോൾജേഴ്സിന്റെ ഇടയിൽ ഇടിച്ചു കയറി വന്നതായിരിക്കും അയാൾ ഈ നേരത്ത്. ഏയ്, ഇതങ്ങനെയല്ല. ഹീസ് റിയലി ഇൻജേർഡ്. നീ അവനെ ഒന്ന് കാണണം. എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്. ഇത് ശരിക്കും വണ്ടറായിരുന്നല്ലോ. ഞാനിപ്പോൾ തന്നെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. ഇപ്രാവശ്യം ഉള്ളി വെച്ച് പനി ഉണ്ടാക്കിയതുപോലെയല്ല. എൻ്റെ കാല് മുറിച്ചു കളഞ്ഞു. ഏതായാലും താ രക്ഷപ്പെട്ടു. ഇനി തൻ്റെ പുറകെ നടക്കുന്നെന്ന പരാതി ഉണ്ടാവില്ല. പുറകെ നടക്കാൻ മിനിമം കാലെങ്കിലും വേണ്ടേ? ഇപ്പോഴും എല്ലാം തമാശയാണല്ലേ പ്രകാശിന്? അതെ, എല്ലാം തമാശയായിരുന്നു. തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതൊഴിച്ച്. ജീവിതത്തിൽ ഞാനൊരു ന്യൂസൻസ് ആയിരുന്നു. ഞാനൊരു പെണ്ണ് കെട്ടി കാണണമെന്ന എൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് മുന്നിൽ ഞാൻ കണ്ടെത്തിയത് തന്നെയായിരുന്നു. അത് 100% സത്യസന്ധമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അതിനൊന്നും സാധ്യതയില്ല. കാലുപോയ പട്ടാളക്കാരന് ആർമിയിലൊന്നും ചെയ്യാനില്ലല്ലോ. അറ്റുപോയ കാലുമായി ജന്മനാട്ടിൽ ചെന്ന് കയറുമ്പോൾ കുറച്ചു കാലം ഒരു വാർ ഹീറോയുടെ ട്രീറ്റൊക്കെ കിട്ടും. പിന്നീട് ഗ്രാമത്തിലെ ചായക്കട ഇരിക്കുമ്പോൾ സ്കൂൾ കുട്ടികൾ കളിയാക്കി വിളിക്കും ചൊണ്ടിക്കാല. അതെല്ലാം ഓർത്ത് മനസ്സിലെ വേദന കണ്ണീര് ഓർത്തു വന്നതാ. I'm sorry. I hurt you. Sorry. കുടുംബത്തിൽ ബാധ്യതകൾ ഒരുപാടുള്ളവളാ ഞാൻ. അച്ഛനും അമ്മയും അടക്കം 5 പേരെ നോക്കുന്നുണ്ട്. വിവാഹത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ എന്നെ ആത്മാർത്ഥമായി പ്രകാശ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാർ ഹീറോ എനിക്കൊരു ബാധ്യതയല്ല. പ്രകാശിന്റെ അമ്മയ്ക്ക് ഞാൻ എഴുതിക്കോട്ടെ? സാർക്ക് എന്ത് ഭാവിച്ച? 19 കൊല്ലമായിട്ടാ നമ്മളെ ഇവന്മാരെ സഹിക്കുന്നത്. ഇതുവരെ എത്ര ഇന്ത്യൻ പട്ടാളക്കാരാ മരിച്ചു പോയെന്ന് എനിക്കറിയോ? ഇവിടെ നമ്മളുള്ളത് കൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നത്, അല്ലാതെ മര്യാദക്കാരൊന്നും ആയിട്ടില്ല. സാർ ഇങ്ങനെ വയലന്റ് ആവാതെ. ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് ഇവന്മാരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. സർ, സർ പ്ലീസ് സർ. ഹറാം സാദെ ബാഹർ ആജാ. ഹിമ്മത്ത് ഹൈ തോ ആമനെ സാമനെ ലഡ്. കം ഔട്ട്, കം ഔട്ട്. സർ വിടടാ. माफ करना भाई, ये जंग हमने नहीं छेड़ी है. ये तो हमारे जनरल साहब का दिमाग खराब हो गया. हम इसमें क्या करें? हुक्म तो मानना ही पड़ता है. ഞങ്ങളാണോ യുദ്ധം തുടങ്ങിയത്? हमने शुरू किया क्या? ए भाई गुस्सा मत करो ना. जब आप गुस्से में बोलते हो हमें समझ तो आता नहीं है. हिंदी में बोलो ना प्लीज. മനസ്സില്ലടാ. സർ, ഇവനൊക്കെ തുടങ്ങി വെച്ച ഈ യുദ്ധം കാരണം എനിക്കെന്റെ ലീവ് ക്യാൻസൽ ആയടാ. എന്നെന്റെ മകളുടെ കല്യാണമാണ്. കതിർ മണ്ഡപത്തിൽ നിൽക്കേണ്ട ഞാൻ ഇവന്മാർ കാരണം യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ഇവനൊക്കെ പൂവിട്ട് പൂജിക്കണോ?
कसम से कदम करूंगा। ये हिंदुस्तानी फौजी का वादा है। रुको, क्या एक बात करनी है तुमसे। भाई मेरी बात सुनो ना। क्या बात रे? कोई बात नहीं सुनना। अब तुम्हें जो करना है करो, और मुझे जो बोलना है वो मैं बोल कर ही रहूंगा। हम पाकिस्तान के लोग भी ये जंग हरगिज नहीं चाहते। पता है, जब मैं छुट्टी पर घर जाता हूँ तो मेरी अम्मी मुझसे पूछती है, बेटा ये हिंदुस्तान के फौजी कैसे होते हैं? तो मैं कहता हूँ, अम्मी अच्छे होते हैं, हमारी तरह ही होते हैं। ये सब तो जनरल मुशर्रफ का गंदा खेल है। हम पाकिस्तानी फौजी भी तुम्हारी तरह हुक्म मानते हैं, बस। പാവം, ഇന്ന് ആദ്യമായിട്ട് അവൻ ഇത്ര വിഷമിച്ച് കാണുന്നത്. ഇന്നലെ അവൻ എന്നോട് സംസാരിച്ചിരുന്നു. സാറിനറിയോ, ഈ യുദ്ധത്തിൽ മരിക്കുന്ന പാകിസ്ഥാനി പട്ടാളക്കാരെ മുജാഹിദീൻ എന്ന് സ്റ്റാമ്പ് അടിച്ച് തഴയുന്നല്ലാതെ അവൻ്റെ ബോഡി പോലും കുടുംബത്തിലെത്തില്ല സാർ. ഈ പൈസയും കൂടെ നാട്ടിൽ ചെന്നാ പെയിന്റ് അടിയും കഴിയും. പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കിയ വീട്ടിൽ കയറി കിടക്കുക അല്ലതാ. ഇന്ന് രാത്രിയാകുമ്പോഴേക്കും നമ്മൾ ഈ ഭാഗം പിടിച്ചെടുത്തിരിക്കും. Colonel Mahadevan, Yes. I am Verma, Joint Secretary, Ministry of Defense. Yes, sir. It's 52 and 84. മനസ്സിലായില്ല. അല്ല, നമ്മുടെ 52 പേരും അവരുടെ 84 പേരുമല്ലേ ഇതുവരെ? ഐ എം സോറി സർ, ഇതിനിടെ സ്കോർ ബോർഡ് നോക്കാൻ പറ്റില്ല. അടുത്ത ലോഡ് കോഫിൻസ് ഉടനെ എത്തും. എല്ലാം ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താ. ഇറവലൻ വെപ്പണറി പർച്ചേസസ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. ശവപ്പെട്ടിയുടെ സർ, ഈ കോഫിൻസ് പലതും നല്ലതല്ല. മേഡ് ഇൻ ഇറ്റലി എന്ന പേര് മാത്രമേ ഉള്ളൂ. ഇതിൽ ബോഡികൾ നാട്ടിലെത്തുമ്പോ ഐ ഡോണ്ട് നോ. What do you mean? സർ, 21,000 അടി മുകളിൽ നിന്ന് അതിർത്തി കാത്ത് യുദ്ധം ചെയ്യുന്നവന്റെ മഞ്ഞളിടുന്ന ഷൂ പർച്ചേസിൽ അഴിമതി കാണിച്ചാൽ സങ്കടമില്ല സർ. ഞങ്ങളിവിടെ ഉള്ളിൽ തീ കാഞ്ഞു നിൽക്കും ഈ നാടിനു വേണ്ടി. വെടിയേറ്റ് മരിച്ചവന്റെ അവസാനത്തെ അവകാശം 6 അടി നീളമുള്ള ഒരു പെട്ടി മാത്രമാണ്. അവനെ സ്നേഹിക്കുന്നവർക്ക് ചീഞ്ഞഴിഞ്ഞു പോകാതെ അവന്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ. നിങ്ങളുടെ അഴിമതിയുടെ ലിസ്റ്റിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു പട്ടാളക്കാരുടെ ശവപ്പെട്ടിയെങ്കിലും പ്ലീസ് സർ. മഹാദേവൻ, ഇതിനൊക്കെ ഇൻസൾട്ട് ചെയ്യേണ്ടത് ഞങ്ങളെയല്ല, ഷൂസായാലും ശവപ്പെട്ടിയായാലും ഓർഡർ ഇടുന്നത് ഭരിക്കുന്നവരാ. സർ, സിയാച്ചിനിലെ പട്ടാളക്കാരുടെ അവസ്ഥ നേരിട്ട് കണ്ട പ്രതിരോധ മന്ത്രി ഓർഡർ ഇട്ട ഫെസിലിറ്റീസ് പോലും നിങ്ങളുടെ റെഡ് ടേപ്പിസത്തിൽ കുടുങ്ങിക്കിടന്നില്ലേ? അദ്ദേഹം പണിഷ്മെന്റോട് കൂടി രണ്ടാമത് ഓർഡർ ഇടുന്നവരെ. സർ, ഭരിക്കുന്നവർ 4-5 വർഷം കഴിയുമ്പോൾ മാറിയും മറിഞ്ഞും വരും, പക്ഷെ നിങ്ങൾ മാറില്ലല്ലോ. മഹാദേവൻ, we are not soldiers like you. We are bureaucrats. You said it, sir.
രക്തദാനത്തിന് പോലും ഒരു തുള്ളി രക്തം കൊടുക്കാത്ത നിങ്ങളാണ് ഈ നാടിനു വേണ്ടി രക്തം ചൊരിയുന്ന ഞങ്ങളെപ്പോലുള്ള പട്ടാളക്കാരുടെ ശമ്പളം പോലും നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് നിങ്ങളല്ലേ സർ? ഞങ്ങൾ പട്ടാളക്കാർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയില്ല. ഞങ്ങൾക്കൊരു കൊടിയേ ഉള്ളൂ, അത് ഇന്ത്യയുടെ കൊടിയാണ്. കേണൽ മഹാദേവൻ, യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. ഞങ്ങൾ ആരാണെന്ന്